എല്ലാവർക്കും സ്പോർട്സ് സ്റ്റാറിലേക്ക് സ്വാഗതം. വെസ്റ്റ് ഇൻഡീസും USA സംയുക്തമായ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന T20 ലോകകപ്പിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ണോടിക്കുന്നത്. ആദ്യമായി തന്നെ നമുക്ക് പ്രീ ടൂർണമെന്റ് ഫേവറേറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. സ്വാഭാവികമായും ഇന്ത്യ ആ ലിസ്റ്റിൽ തന്നെയുണ്ട്. ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക മുതലായ രാജ്യങ്ങളെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രീ ടൂർണമെന്റ് ഫേവറേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനു മുന്നേ നമുക്ക് ഈ ടൂർണമെന്റിന്റെ ഈ ലോകകപ്പിന്റെ പ്രസക്തിയെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു. USA എന്ന രാജ്യം ഗ്ലോബൽ മാർക്കറ്റിൽ എന്തോരം പ്രധാനപ്പെട്ടതാണ് എന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. 1994 നടന്ന ഫുട്ബോൾ വേൾഡ് കപ്പുമായിട്ട് ഈ നടക്കാൻ പോകുന്ന T20 വേൾഡ് കപ്പിനെ കമ്പയർ ചെയ്യുന്നുണ്ടാകും. 94 ഫുട്ബോൾ ലോകകപ്പ് വളരെ വലിയൊരു വിജയമായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ കളി കാണാൻ വരികയും കളി കാണുകയും ചെയ്തു ടിവികളിലൂടെ. അതുപോലൊരു ചലനം ഈ ലോകകപ്പിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ICCയും അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ അധികാരികളും വിചാരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന്റെ ടിക്കറ്റുകൾ നിമിഷങ്ങൾക്കകം വിറ്റുപോയത് അതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമായി കാണുന്നു. പക്ഷേ ബാക്കിയുള്ള മത്സരങ്ങൾ, ബാക്കിയുള്ള രാജ്യങ്ങൾ കളിക്കുന്ന മത്സരങ്ങളുടെ ടിക്കറ്റുകൾ വലുതായി നീങ്ങുന്നില്ല എന്നത് ഒരു പോരായ്മയായി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിക്ക ടീമുകൾക്കും അമേരിക്കയിലെ സാഹചര്യങ്ങൾ പ്രവചനാതീതമാണ്. കാരണം അവിടെ മിക്ക ടീമുകളും അത്ര മാച്ചുകൾ കളിച്ചിട്ടില്ല. ഇന്ത്യ തന്നെ വളരെ കുറച്ച് മാച്ചുകൾ മാത്രമാണ് അമേരിക്കയിൽ കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിലെ സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. പല ടീമുകൾക്കും വളരെ സ്ലോ ആയിട്ടുള്ള പിച്ചുകളായിരിക്കും, സ്പിന്നേഴ്സിന് അനുകൂലിക്കുന്ന പിച്ചുകളായിരിക്കും. അമേരിക്കയിലെ പല പിച്ചുകളും ഡ്രോപ്പ് ഇൻ പിച്ചസ്, അതായത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പിച്ചസ് ആയതുകൊണ്ട് അതെങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു രീതി എന്നുള്ള കാര്യത്തിൽ പല ടീമുകൾക്കും സംശയമുണ്ട്. ശക്തമായ ബോളിംഗ് നിര അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ള ബോളിംഗ് നിരയുള്ള ടീമുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വെസ്റ്റ് ഇൻഡീസിലോട്ട് പോകുമ്പോൾ സ്പിൻ ബോളേഴ്സിന് അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇതുവരെയുള്ള ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ സ്പിൻ ബോളിങ്ങിന് അനുകൂലമാണ് വെസ്റ്റ് ഇൻഡീസിലെ പിച്ചെന്ന് നമുക്ക് പറയപ്പെടാം. അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് ഫൈനൽ സ്റ്റേജസ്, നോക്കൌട്ട് മാച്ചസ് എല്ലാം വെസ്റ്റ് ഇൻഡീസിലെ നടക്കുന്ന മിക്ക മാച്ചസും വെസ്റ്റ് ഇൻഡീസിൽ നടക്കുന്ന സ്ഥിതിക്ക് നല്ല സ്പിൻ ബോളിംഗ് നിരയുള്ള ഒരു ടീമിന് അനുകൂലകരമായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. അടുത്തതായി നമുക്ക് ഇന്ത്യൻ ടീമിന്റെ സാധ്യതകളെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യ T20 ഐസ് കളിച്ചിട്ടില്ല. IPL നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും T20 ഇന്റർനാഷണൽ മാച്ചുകൾ അവസാനമായിട്ട് കളിച്ചത് ജനുവരിയിലാണ്. അപ്പം ടീം കോമ്പിനേഷൻ ക്രാക്ക് ചെയ്യുന്നത് വളരെ നിർണായകമായ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതിലായിരിക്കും ഇന്ത്യയുടെ സാധ്യതകൾ ഈ ടൂർണമെന്റിൽ ഡിപ്പെൻഡ് ചെയ്യുക. കോച്ച് രാഹുൽ ദ്രാവിഡ്, അദ്ദേഹത്തിന്റെ അവസാനത്തെ ടൂർണമെന്റ് ആയിരിക്കും ഇന്ത്യയുടെ കൂടെ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഈ 3 പേരും ചുറ്റിപ്പറ്റിയായിരിക്കും ഇന്ത്യൻ ടീമിന്റെ സാധ്യതകൾ ഇരിക്കുന്നത്. ഇവർ 3 പേരും എങ്ങനെ തന്ത്രങ്ങൾ മെനയുന്നു, അത് എങ്ങനെ കളിക്കളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ സാധ്യതകൾ. അതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു വ്യക്തിയാണ് ഹാർദിക് പാണ്ഡ്യ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫോം കുറച്ച് അസ്ഥിരതയുണ്ടെങ്കിൽ പോലും പക്ഷേ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയ്ക്ക് ഹാർദിക് പാണ്ഡ്യ ടീമിന് കൊടുക്കുന്ന ഒരു ബാലൻസ് ഉണ്ട്. അത് നൽകാൻ പറ്റുന്ന വേറൊരു പ്ലെയർ ഇപ്പം തൽക്കാലം ഇന്ത്യൻ ക്രിക്കറ്റ് സിസ്റ്റത്തിലില്ല. സോ ഹാർദിക് പാണ്ഡ്യയെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിന്റെ പ്ലാനിങ് മുഴുവനും. ഒരു ബാറ്റിംഗ് ഓർഡറിനെയും ബോളിംഗ് ഓർഡറിനെയും ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ ആയിരിക്കും ഹാർദിക് പാണ്ഡ്യ. ഈ പറഞ്ഞ കാരണങ്ങളല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് T20 വേൾഡ് കപ്പിനെ പറ്റി സംസാരിക്കാനിരിക്കുന്നു. പക്ഷേ നമുക്ക് സമയം പരിമിതമാണ്. ഇനി ഒരു മാസത്തേക്ക് ക്രിക്കറ്റ് ലോകം അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് ചുരുങ്ങുകയാണ്. ക്രിക്കറ്റ് ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഈ T20 വേൾഡ് കപ്പിലേക്ക് ചുരുങ്ങുകയാണ്. ജൂൺ 29 ഫൈനൽ നടക്കുമ്പോൾ അവിടെ ആരെത്തുമെന്ന് നമുക്കിപ്പോഴും തീർച്ചയായും പറയാൻ പറ്റില്ല. ഇന്ത്യ എത്തുമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. T20 ലോകകപ്പിനെ പറ്റിയുള്ള ബാക്കി എല്ലാ വാർത്തകൾ ഫോളോ ചെയ്യാനായി നിങ്ങൾക്ക് സ്പോർട്സ് സ്റ്റാർ ഫോളോ ചെയ്യാം, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനൽസ് ഫോളോ ചെയ്യാം, ഞങ്ങളുടെ വെബ്സൈറ്റ് ഫോളോ ചെയ്യാം. താങ്ക് യു എവരിവൺ ഫോർ ലിസണിങ്.